ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മെട്രോ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടി. Episode of my channel and you're watching Shruti's Vlog Tour. അപ്പോൾ എൻ്റെ പുറകിൽ കൂടെ പോകുന്നതാണ് കൊച്ചി മെട്രോ. അപ്പോൾ കൊച്ചി മെട്രോൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എസ്പെഷ്യലി ശ്രീധരൻ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചമ്പക്കര ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി തന്നതിന് സ്പെഷ്യൽ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് October 15, 2020 ആട്ടോ. ഇന്നാണ് എൻ്റെ പുറകിൽ കാണുന്ന ചമ്പക്കര പാലം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ സാറാണ്. അതുപോലെ മെട്രോൻ്റെ കൊച്ചിയിലെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ചമ്പക്കര പാലം എന്ന് പറയുന്നത്, ചമ്പക്കര ആർച്ച് പാലത്തിന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തതായി അറിയിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. അപ്പോൾ ഈ ചമ്പക്കര പാലം ശരിക്ക് പണ്ട് ബ്രിട്ടീഷുകാരെ രാജഭരണകാലത്ത് പണിതൊരു പാലമായിരുന്നു ഈ മാർക്കറ്റിനോട് ചേർന്ന്. അതിനുശേഷം 1970-71 ഈ പാലം പുതുക്കി പണിതു. അതിനുശേഷം വീണ്ടും 2020 മെട്രോന്റെ പണിയോടനുബന്ധിച്ച് ഈ പാലം വീണ്ടും പുതുക്കി പണിയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. കൊച്ചിയിൽ ഞാൻ കണ്ട സൗന്ദര്യം, അതാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ സ്വന്തം നാടായ ചമ്പക്കരയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആക്ച്വലി ചമ്പക്കരയുടെ സൗന്ദര്യമാണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ സ്വന്തം ചമ്പക്കരയുടെ സൗന്ദര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. എന്നത്തെയും പോലെ നമ്മുടെ ചമ്പക്കരയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആണിത്. അപ്പം നമ്മുടെ ചമ്പക്കര ഉണർന്നു തുടങ്ങുകയാണ്. അപ്പോൾ ചമ്പക്കര കായലിൻ്റെ സ്പെഷ്യാലിറ്റിയായ ബാർജോടുകൂടി തന്നെ ഒരു മോർണിംഗ് കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പി ആട്ടോ. അപ്പം നമുക്ക് ചമ്പക്കരയുടെ സൗന്ദര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ചമ്പക്കര ജംഗ്ഷൻ. ചമ്പക്കര ജംഗ്ഷനിൽ നിങ്ങൾക്കൊരു ചമ്പക്കര പള്ളിയുടെ കപ്പേളയാണ് ഈ കാണുന്നത്. ഈ കപ്പേളയുടെ തൊട്ടപ്പുറത്തുള്ളതാണ് ഫേമസ് ആയ ചമ്പക്കര മാർക്കറ്റ്. ഈ കോവിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചമ്പക്കര മാർക്കറ്റ് വെളുപ്പിന് 2 മണി തൊട്ട് 6 മണി വരെയാണുള്ളത്. നേരത്തെ 4 മണി തൊട്ട് 8 മണി വരെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചമ്പക്കര മാർക്കറ്റ് കാണാത്തവർക്കായി മാർക്കറ്റിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചമ്പക്കരയിലെ ഇന്നത്തെ ഒരു അടിപൊളി മോർണിംഗ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചമ്പക്കരയിലാണ് വീട്. എന്ത് സ്മെല്ല് അതിൽ കൂടെ പോകുമ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ സഹിച്ച് നിൽക്കണേ? ഈ ഒരു ചോദ്യം ചമ്പക്കരക്കാരായ ഓരോ വ്യക്തിയും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരോടെല്ലാം ഉള്ള ഒരു മറുപടിയും കൂടി ഞാൻ ഇത് കൂടെ പറയുകയാണ്. ഓരോ നാടിനും അതിൻ്റേതായ ഒരു പ്രാദേശിക സംസ്കാരമുണ്ട്. ഞങ്ങൾ ചമ്പക്കരക്കാർക്ക് എല്ലാവർക്കും തന്നെ ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളതിൽ ഒരു അഭിമാനം തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഈ മാർക്കറ്റിൽ ജോലി ചെയ്ത് ഒരുപാട് പേര് അവരുടെ കുടുംബത്തെ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പറയട്ടെ, ഈ ചമ്പക്കര മാർക്കറ്റ് ഞങ്ങൾ ചമ്പക്കരക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ഇനി നമുക്കപ്പോൾ ചമ്പക്കര മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് കാണാം കേട്ടോ. ഇതാണ് ചമ്പക്കര മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇനി ഇവിടെയുള്ള കുറച്ച് മീനുകളൊക്കെ ഒന്ന് വെറുതെ കാണിക്കാം. ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല, റാൻഡമായിട്ട് വെറുതെ കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഹോൾസെയിലായിട്ട് സെയിലുണ്ട്, അതുപോലെ റീറ്റെയിലായിട്ടും സെയിലുണ്ട്. പിന്നെ എറണാകുളം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണിത്. ഒരുപാട് കാലം പഴക്കമുണ്ട് ഈ മാർക്കറ്റിന്. അത് കണ്ടോ, ഐസാണ്. ഇവിടെ വരുന്ന മീനിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഐസ് ക്യൂബ്സ് കൊണ്ടുവന്ന് ഇതുപോലൊരു മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേവ് ചെയ്ത് ചെറിയ ചെറിയ ഐസ് ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കും. ക്യൂബ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഷേവ്ഡ് ഐസ് എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ ഷേവ് ചെയ്തെടുക്കുന്നതാണ്. ഞാനിപ്പോൾ ചമ്പക്കര മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് എരൂർ പാലം കടന്ന് ഇപ്പുറത്തെ കരയിലേക്ക് വന്നേക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എരൂർ സൈഡാണ്. ഇവിടെ നിന്നിട്ട് ഞാൻ ചമ്പക്കരയുടെ കറക്റ്റ് ഒരു വ്യൂ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചമ്പക്കരയുടെ സൗന്ദര്യം ഒരുപാട് ഷൂട്ട് ചെയ്തു. രാവിലെ ഞാൻ കുറേ ഷൂട്ട് ചെയ്തു. ചമ്പക്കര മാർക്കറ്റ്, ചമ്പക്കരയിലെ ഒട്ടുമിക്ക എല്ലാ പ്രധാന സംഭവങ്ങളും നമ്മളിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്തത് ഈവനിങ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഇൻട്രോ വൈകുന്നേരം എടുക്കാനൊരു പ്രത്യേക കാരണം കേട്ടോ. വൈകുന്നേരങ്ങളിലാണ് നമ്മുടെ ഈ ചമ്പക്കര ഏറ്റവും മനോഹരമായിട്ട് കാണുന്നത്. അപ്പോൾ ചമ്പക്കര ഇപ്പം എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ട്രാൻസ്പോർട്ടേഷൻസാണ് ഒരുമിച്ച് ഒരു സമയത്ത് പോകുന്നത്. ഏറ്റവും മുകളിൽ മെട്രോ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ താഴെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, താഴത്ത് ദേശീയ ജലപാത 3 കാണുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരുപാട് ബാർജും ബോട്ടുകളൊക്കെ ഈ വൈകുന്നേര സമയത്ത് പോകുന്ന കേട്ടോ.
ഇതിലൂടെ ബാർജ് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ കനാലിൽ, ചമ്പക്കർ കനാലിൽ നടക്കുന്ന വള്ളംകളി. ഓണത്തിനാണ് അവിടെ വള്ളംകളി ഉള്ളത്. അപ്പോൾ ഇത്തവണ വള്ളംകളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2012 നടന്ന വള്ളംകളിയുടെ ഒരു ഷോട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുകരകളിലും, അതായത് 2 സൈഡിലിരുന്ന് തൊട്ടടുത്ത് വള്ളംകളി കാണാൻ പറ്റുന്ന കേരളത്തിലെ ഏക സ്പോട്ടാണ് ചമ്പക്കര എന്ന് പറയുന്നത്. അടിപൊളി വള്ളംകളിയാണ്. അടുത്ത തവണ വള്ളംകളി ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വന്ന് കാണാനായിട്ട് ഞാൻ പറയൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഈവനിങ് ടൈമിലാണ്. സൂര്യൻ ഏകദേശം അസ്തമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ നമുക്കൊന്ന് കാമായിട്ട് വന്നിരിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ ചമ്പക്കരയിലുണ്ട്. കുറേ വാക്ക് വേസ്, അതുപോലെ സിറ്റിംഗ് സ്പോട്ട്സ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ തന്നെ കണ്ടു, ഈ വാക്ക് വേയിൽ കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല മുളങ്കാടുകളും നല്ല കാറ്റും അതുപോലെ ഒരു നല്ല കനാലും ഒക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ നമുക്ക്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെല്ലാം നമുക്ക് ചമ്പക്കരയിൽ വന്ന് ഇരിക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്പോട്ട്സാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്, നല്ല കാറ്റാണ്. പിന്നെ അതുപോലെ നമുക്ക് മനസ്സിന് തന്നെ ഒരു ശാന്തത തോന്നുന്ന ഒരു പ്ലേസാണ് പൊതുവേ ഈ കായൽ തീരങ്ങളെന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കാൻ വളരെ ഒരു സുഖമാണെന്ന് തന്നെ പറയാം. അപ്പോൾ 2 സൈഡിലും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ സ്പോട്ട്സ്. വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പ്രായമുള്ള ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഇവിടെ വന്ന് കളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ചമ്പക്കര, പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിൽ. ഇത് ചമ്പക്കരയുടെ ഇക്കരെ പോർഷനാണ്. ഇപ്പം ഞാനിരിക്കുന്ന സ്പോട്ട് നല്ല രസമാണ് വന്നിരിക്കാൻ. ഒരു കമ്പനിക്ക് ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണിത് ഷൂട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അച്ഛൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചു. ആ സമയത്ത് ഈ ഫ്ലാറ്റിൻ്റെ സെൻറ്ററിൽ സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബാർജും കൂടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ ആ സൂര്യൻ്റെ അസ്തമിക്കുന്ന ആ ഒരു ഈവനിങ് കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ ആ ഷോട്ടും കൂടി ഞാനിത് കഴിയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബാർജാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അറ്റത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സുഖമായിരുന്നു ഇവിടെ ഇരുന്നിട്ട്, നല്ല കാറ്റും പിന്നെ ഒരു പുഴയുടെ തീരത്തിരിക്കുന്ന ഒരു സുഖവും, മനസ്സിന് ഭയങ്കര ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ രാവിലെ തൊട്ട് ഈവനിങ് വരെ നമ്മൾ ഒരുപാട് നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ ചമ്പക്കരയിൽ കണ്ടല്ലേ. അപ്പോൾ ചമ്പക്കരയിൽ മീനിൻ്റെ സ്മെല്ല് മാത്രമല്ല ഉള്ളത്, ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന നല്ല നല്ല സ്പോട്ടുകളും കൂടി ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. അപ്പോൾ സൺസെറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛനും കൂടി അവിടെ നിന്ന് പതുക്കെ പോന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ചമ്പക്കരയിലെ റിലീജിയസ് ആയിട്ടുള്ള 2 ഫേമസ് സ്പോട്ട്സാണ്. ഒന്നതാ ചമ്പക്കര പള്ളി, രണ്ടാമത്തേത് ഗന്ധർവസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ഇത് രണ്ടും ചമ്പക്കര ജംഗ്ഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചമ്പക്കര സ്കൂൾ, സെൻറ്റ് ജോർജ് സ്കൂളാണ്. നമ്മുടെ ഈ ഏരിയയിലെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പഠിച്ച സ്കൂൾ ഇതാണ്. എൻ്റെ അച്ഛനൊക്കെ ഇവിടെയാണ് പഠിച്ചത്. പിന്നെ ഫേമസ് ആക്ടറായ ജയസൂര്യ ഇവിടെയാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ചമ്പക്കര സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് മെട്രോ സ്റ്റേഷനുള്ളത്. ചമ്പക്കരയ്ക്കായിട്ടൊരു മെട്രോ സ്റ്റേഷൻ ഇല്ല. ചമ്പക്കരയ്ക്കും പേട്ടയ്ക്കും നടുവിലായിട്ട് പേട്ട മെട്രോ സ്റ്റേഷനായിട്ടുള്ളത്. അപ്പോൾ ഓരോ മെട്രോ സ്റ്റേഷനും ഓരോ തീംസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഈ ചമ്പക്കര തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പേട്ട മെട്രോ സ്റ്റേഷൻ്റെ തീം ഫിഷിംഗ് ആട്ടോ. അപ്പോൾ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇമേജസ് നമുക്ക് ഈ സ്റ്റേഷനിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എറണാകുളത്തെ ഒരു മെട്രോ സിറ്റി ആക്കി മാറ്റിയ മെട്രോൻ്റെ സൗന്ദര്യം തന്നെ കാണിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ രാത്രി കാലങ്ങളിൽ നമ്മുടെ ചമ്പക്കരയിൽ മെട്രോ പോകുമ്പോഴൊരു സൗന്ദര്യം കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. മെട്രോൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മെട്രോ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ചമ്പക്കര. അപ്പോൾ അത് രാത്രി കാലങ്ങളിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.